ഇരിട്ടി പഴയ പാലത്തിൽ വലിയ വാഹനങ്ങൾ കയറാതിരിക്കാൻ സ്ഥാപിച്ച രണ്ടാമത്തെ വശത്തെ നിയന്ത്രണ തൂണിലും ടൂറിസ്റ്റ് ബസ് ഇടിച്ചു. ഇരിട്ടി ടൗൺ ഭാഗത്ത് നിന്ന് വന്ന ടൂറിസ്റ്റ് ബസ്സാണ് ഇടിച്ചത്. വ്യക്തമായി കാണാൻ കഴിയുന്ന രീതിയിലുള്ള സിഗ്നൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇരിട്ടി ടൗൺ ഭാഗത്ത് നിന്ന് വന്ന ടൂറിസ്റ്റ് ബസ്സാണ് അപകട മുന്നറിയിപ്പ് ബോർഡ് കാണാതെ പഴയ പാലത്തിലൂടെ കയറ്റി നിയന്ത്രണ തൂണിലിടിച്ചത്. നിയന്ത്രണ തൂൺ സ്ഥാപിച്ച് 3 ദിവസത്തിൽ ഇരിട്ടി ടൗൺ ഭാഗത്തെ തൂണ് പൂർണ്ണമായും തകർന്നിരുന്നു. ഉച്ചയോടെ ഇരിട്ടി തളിപ്പറമ്പ് ഭാഗത്തേക്കുള്ള തൂണിലും വാഹനം ഇടിച്ച് ഭാഗികമായി ചരിഞ്ഞിട്ടുണ്ട്. ടൂറിസ്റ്റ് ബസ്സിന് പുറകെ KSRTC ബസ്സും കയറിയിരുന്നു. ഇരിട്ടി പഴയ പാലത്തിൽ വലിയ വാഹനങ്ങൾ കയറാതിരിക്കാൻ സ്ഥാപിച്ചിരുന്ന നിയന്ത്രണ സംവിധാനം തുടർച്ചയായി തകരുന്നതിന്റെ പശ്ചാത്തലത്തിൽ വേഗത്തിൽ പുനർനിർമ്മിക്കണമെന്നും ദൂരെ നിന്ന് തന്നെ വ്യക്തമായി കാണാൻ കഴിയുന്ന രീതിയിലുള്ള ശക്തമായ സംവിധാനം ഒരുക്കണമെന്നും നിലവിലെ നിയന്ത്രണ തൂണുകളും മുന്നറിയിപ്പ് ബോർഡുകളും മതിയായ ദൃശ്യത നൽകാത്തതിനാലാണ് ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ പാലത്തിലേക്ക് കയറുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ദൂരെ നിന്ന് കാണാൻ കഴിയുന്ന റിഫ്ലക്ടർ സംവിധാനങ്ങൾ, ഉയർന്ന ഗേറ്റ്, ബീം ബാരിയർ, ഫ്ലാഷിംഗ് ലൈറ്റ് എന്നിവ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യാവൂർ.